നമസ്കാരം. ഇന്നത്തെ സംസ്കൃതം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ തൃതീയ വിഭക്തി പഠിച്ചു തുടങ്ങി. ഇനി ആ തൃതീയ വിഭക്തിയിൽ നമ്മൾ കണ്ടു കർമ്മണി പ്രയോഗമാണ് കഴിഞ്ഞ ഭാഗം നമ്മൾ പഠിച്ചത്. ഇനിയുള്ള 3 ഓരോ ഭാഗത്തിൽ ഉൾപ്പെടുത്താം. അത് ഹേതുവായിക്കൊണ്ട്, അതിനാൽ, അതിനോടുകൂടെ, ഇങ്ങനെയൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇന്ന് അത് ഹേതുവായിക്കൊണ്ട്, അത് നമ്മളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്ന ആ ഒരു വാക്കുകൾ വരുമ്പോഴാണ് ഈ രീതിയിൽ പറയുക. ഇപ്പോൾ സന്തോഷം ഹേതുവായിക്കൊണ്ട് സന്തോഷേണ, ദുഃഖം ഹേതുവായിക്കൊണ്ട് ദുഃഖേന, ആനന്ദം ഹേതുവായിക്കൊണ്ട് ആനന്ദേന, അതുപോലെ പ്രീതി പ്രീത്യാ, ഭക്ത്യാ, കഷ്ടേന. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോഴും തൃതീയ വിഭക്തിയാണ് ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് ഉദാഹരണവും ഒപ്പം എങ്ങനെ അതിന് ചോദ്യം ഉണ്ടാക്കും അതും ഒരുമിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കഥം എന്നതാണ് ഇങ്ങനെയുള്ള ആ ഒരു അവസരങ്ങളിൽ ചോദിക്കുക. സാ കഥം ജീവതി, അവൾ എങ്ങനെ ജീവിക്കുന്നു? സാ സുഖേന ജീവതി. ബാലകഃ കഥം മധുരം ഖാദതി, ബാലകഃ സന്തോഷേണ മധുരം ഖാദതി. മാതാ കഥം ശിശും പാലയതി, മാതാ പ്രീത്യാ ശിശും പാലയതി. ജനാഃ കഥം ദേവം നമന്തി, ജനാഃ ഭക്ത്യാ ദേവം നമന്തി. നിർധനഃ കഥം ജീവനം കരോതി, നിർധനഃ കഷ്ടേന ജീവനം കരോതി. മറ്റു ഉപയോഗങ്ങൾ മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം. ഇനി ഒരു പാഠം, ഭഗവത്ഗീതയെ കുറിച്ചൊരു പാഠം. മഹാഭാരതം അസ്മാകം ഇതിഹാസകാവ്യം ഭവതി, അസ്മാകം നമ്മുടെ. വേദവ്യാസഃ അസ്യ ഗ്രന്ഥസ്യ കർത്ത. അസ്മിൻ കാവ്യേ 18 പർവാണി സന്തി. 18 നമ്മൾ സംഖ്യ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. പൊതുവെ എല്ലാവർക്കും അറിയാം മഹാഭാരതത്തിൽ എത്ര പർവങ്ങളുണ്ട് എന്ന്. അപ്പോൾ 18 പർവാണി സന്തി. തേഷു, അതിൽ, ഭീഷ്മപർവണി ഭഗവത്ഗീത അന്തർഭവതി. സ്വകർമ്മ വിമുഖം, തൻ്റെ കർമ്മത്തിൽ നിന്ന് വിമുഖനായിട്ട് നിന്ന അർജുനം ശ്രീകൃഷ്ണ ഉപദിശതി. പ്രസിദ്ധമായ ഗീതാവാക്യം കർമ്മണ്യേവ അധികാരസ്തേ ഇതി ഗീതാവാക്യം പ്രസിദ്ധം ഭവതി. ഇവിടെ കർമ്മണ്യേവ അധികാരസ്തേ എന്നത് പിരിച്ചു പറയുമ്പോൾ കർമ്മണി ഏവ അധികാരഃ തേ, കർമ്മണി കർമ്മത്തിൽ, ഏവ മാത്രമാണ്, തേ അധികാരഃ നിനക്ക് അധികാരമുള്ളൂ. കർമ്മണ്യേവ അധികാരസ്തേ ഇതി ഗീതാവാക്യം. ഇവിടെ സ്വകർമ്മ വിമുഖം അർജുനം, ഇത് ദ്വിതീയ വിഭക്തിയാണ്. അപ്പം ഇതുപോലെ പാഠങ്ങളൊക്കെ ഇനി പഠിക്കുമ്പോൾ പഠിച്ച വിഭക്തികൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് കൂടുതൽ അത് മനസ്സിലങ്ങോട്ട് ഉറച്ചു കിട്ടും. ഇനി ഈ ഒരു പാഠത്തെ അടിസ്ഥാനപ്പെടുത്തി 3 ചോദ്യങ്ങൾ. അസ്മാകം ഇതിഹാസകാവ്യം കിം? രണ്ടാമത്തെ ചോദ്യം, ഭഗവത്ഗീത കസ്മിൻ പർവണി അന്തർഭവതി? 3, കഹ അർജുനം ഉപദിശതി? അപ്പോൾ എപ്പോഴും പറയുന്നതാണ്, ഉത്തരങ്ങൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക. അടുത്ത ഭാഗം ഇതിൻ്റെ ഉത്തരം പറയുന്നതാണ്.
സംസ്കൃത സംഭാഷണം. അപ്പോൾ കഴിഞ്ഞ 2 ഭാഗങ്ങളിലായിട്ട് ഒരു കുട്ടിയും അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇനി ആ കുട്ടി കളിക്കാൻ പോയതാണ് കണ്ടത്. അപ്പോൾ ആ കുട്ടിക്ക് ഞാൻ ദേവൻ എന്ന പേര് കൊടുക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയെ കണ്ട മറ്റു കുട്ടികളിൽ ഒരാൾ ബാലകഃ ഭോ പശ്യന്തു, മറ്റു കുട്ടികളോട് പറയാണ്, നോക്കൂ, അദ്യ ഇന്ന് ദേവഃ ക്രീഡാർത്ഥം ആഗച്ഛതി. അപ്പോൾ ആ കുട്ടിയെ കണ്ടിട്ട് കുട്ടിയോട് ഹലോ പറയുന്നു. നമോ നമഃ ദേവ, കഥമസ്തി, എന്തുണ്ട്, സുഖമല്ലേ? ദേവഃ സുഖമസ്മി. ഇനി ബാലകൻ ചോദിക്കുന്നു, ഹ്യഃ ഇന്നലെ, കിം നാഗതവാൻ? ദേവഃ ഹ്യഃ മമ ശിരോവേദന ആസീത്, തലവേദന ഉണ്ടായിരുന്നു. ബാലകഃ അസ്തു സർവേ ആഗച്ഛന്തു ക്രീഡാമഹ. നമ്മൾ പഠിച്ചിട്ടുണ്ട് അഹം പഠാമി, അഹം ക്രീഡാമി. ഇവിടെ നമ്മളെല്ലാവരും എന്ന് പറയുന്നത് കൊണ്ടാണ് ഇവിടെ വയം എന്നാണ് അതിന് പറയുക. നമ്മളെല്ലാവരും, വയം ക്രീഡാമഹ. അപ്പോൾ വയം എന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ക്രീഡാമഹ എന്ന് പറഞ്ഞാൽ തന്നെ അത് നമ്മളെല്ലാവരും കളിക്കാം, നമുക്കെല്ലാവർക്കും കളിക്കാം എന്നായി മാറും. അപ്പോൾ ദേവൻ കുട്ടികളോട് ചോദിക്കുകയാണ്, അദ്യ പാദകന്തുക ക്രീഡാം കുർമഹ വാ? പാദകന്തുക ക്രീഡ, ഫുട്ബോൾ, കുർമഹ അത് കരോമി എന്നതിൻ്റെ വയം അഹം കരോമി, അതുപോലെ വയം കുർമഹ. അപ്പം അതാണ് നമുക്ക് ഇന്ന് ഫുട്ബോൾ കളിക്കാം. അപ്പോൾ കുട്ടികളെല്ലാവരും പറഞ്ഞു അസ്തു, ശരി, ആരംഭം കുർമഹ, നമുക്ക് തുടങ്ങാം. കിഞ്ചിത് സമയാനന്തരം, കുറച്ച് കഴിഞ്ഞ് ദേവൻ പറയുകയാണ്, ഷഡ്വാദനം അഭവത്, 6 മണിയായി. അഹം ഗച്ഛാമി, ശ്വഹ മിളാമഹ, ശ്വഹ നാളെ, മിളാമഹ ഇവിടെയും മഹ, ഇത് കണ്ടോ, ക്രീഡാമഹ, കുർമഹ, മിളാമഹ, ഇതൊക്കെ വയം എന്ന് വരുമ്പോഴാണ്. മിളാമഹ നമുക്ക് നാളെ കാണാം. അപ്പോൾ കുട്ടികൾ അസ്തു പുനർമിളാമഹ, ശരി, സിയു, നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കോളത്തിൽ കൊടുത്തിട്ടുണ്ട്, അദ്യ ഇന്ന്, ശ്വഹ നാളെ, ഹ്യഹ ഇന്നലെ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഒരു സുഭാഷിതം. ഷഡ്ഗുണാഃ പുരുഷേണേഹ त्यक्तव्या न कदाचन सत्यं दानमनालस्यं अनसूया क्षमा धृतिः. പുരുഷേണ ഇഹ, അതാണ് പുരുഷേണേഹ. ഇഹ ഇവിടെ ഈ ലോകത്തിൽ, പുരുഷേണ എന്നതുകൊണ്ട് ഏതൊരു മനുഷ്യനാലും. ഇനി പറയാൻ പോകുന്ന ഷഡ്ഗുണാഹ 6 ഗുണങ്ങൾ ന കഥാചന ഒരിക്കലും തെക്തവ്യ ഉപേക്ഷിക്കരുത്. ഇനി അതെന്തൊക്കെയാണെന്ന് പറയുന്നു. സത്യം, ഇനി ദാനം പ്ലസ് അനാലസ്യമാണ്. ദാനം അനാലസ്യം അത് രണ്ടും 2 വാക്കാണ്. അപ്പോൾ സത്യം പറയുക, ദാനം ദാനധർമാദി കാര്യങ്ങൾ, അനാലസ്യം മടി പിടിക്കാതെ എപ്പോഴും ഊർജ്ജസ്വലരായിട്ടിരിക്കുക, അനസൂയ ആരോടും മത്സരബുദ്ധിയോ അസൂയയോ പാടില്ല, ക്ഷമാശീലമുണ്ടായിരിക്കണം, ധൃതിഹി കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ഇച്ഛാശക്തി, എന്ത് തന്നെയായാലും ചെയ്യുമെന്ന ആ ഒരു മനസ്സിൻ്റെ ഉറപ്പ്, ഇതൊക്കെ. അപ്പോൾ ഈ 6 ഗുണങ്ങളൊന്നും തന്നെ ഒരു മനുഷ്യനും ഉപേക്ഷിക്കാൻ പാടില്ല. ഇതെപ്പോഴും ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്കും സംതൃപ്തിക്കും വളരെയധികം പ്രധാനമുള്ള 6 ഗുണങ്ങളാണ് ഇത് ആരും ഉപേക്ഷിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കും അടുത്ത ക്ലാസ്സിൽ മിളാമഹ കാണാം. അതുവരേക്കും ധന്യവാദഃ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 2 ഭഗവത് സ്വരൂപം ശ്ലോക 1. സൂര്യസ്പർദ്ധി കിരീടമൂർധ്വതിലക
प्रोद्भासि फालान्तरं कारुण्याकुलनेत्रमार्द्रहसित उल्लासं सुनासापुटं गण्डोद्यन्मकराभकुण्डलयुगं कण्ठोज्ज्वलत्कौस्तुभं त्वद्रूपं वनमाल्यहारपटल श्रीवत्सदीप्रं भजे. Now पदच्छेदः. सूर्यस्पर्धि किरीटम् ऊर्ध्वतिलक सूर्यस्पर्धि किरीटमूर्ध्वतिलक प्रोद्भासि फालान्तरं कारुण्य आकुलनेत्रम् आर्द्रहसित उल्लासं कारुण्याकुलनेत्रमार्द्रहसितोल्लासं सुनासापुटं गण्डोद्यन् मकराभकुण्डलयुगं गण्डोद्यन्मकराभकुण्डलयुगं कण्ठोज्ज्वलत् कौस्तुभं त्वद्रूपं वनमाल्यहारपटल श्रीवत्सदीप्रं भजे. Now Anvaya with meaning. Surya Spardhi Kiritam, the crown of Lord Guruvayurappa or Mahavishnu. He is with a crown which reveals the sun. And Urdhva Tilaka, in your forehead, the tilaka, the mark, upright mark, urdhva tilaka. By the upright mark, prodbhasi is made more resplendent. Phalantaram, whose forehead and your netram, your eyes, karunya akula netram, whose eyes are brimming with mercy, and your lip and smile, ardra hasita ullasam, whose face is lit up with a benevolent smile, sunasaputam, with a shapely nose, gandodyan, cheeks, with cheeks shining, due to the brilliance of a pair of fish-shaped ear pendants. Makara abham, makara is the type of fish. Makara abham, the brightness of that kundala yugam, pair of kundala, ear pendants. And kandha ujwalat kaustubham, with the kaustubha jewel shining on the neck, and your bosom, vanamalya harapatala. Vanamala is a mixture of flowers, tulsi and leaf, all, and harapatala, necklaces of pearls and gems. Also Srivatsa Deepram, and the mark of Srivatsa. Evam, this type of Tvat Rupam, your form, Bhaje, I meditate upon. O Lord, I meditate upon your form, wearing a crown that reveals the sun in brilliance, the forehead adorned with the upright sandal paste mark, that is tilak, the all-merciful eyes, the sweet smile, shapely nose, with cheeks reflecting the fish-shaped pendants adorning your ears, the neck
shining due to the luster of Kaustubha gem. Your chest bedecked with the Vanamala, necklaces of gold and precious stones, and the auspicious mark of Srivatsa. सूर्यस्पर्धि किरीटमूर्ध्वतिलक प्रोद्भासि फालान्तरम् कारुण्याकुलनेत्रमार्द्रहसितोल्लासं सुनासापुडम् गण्डोद्यन्मकराभकुण्डलयुगं कण्ठोज्ज्वलत्कौस्तुभम् त्वद्रूपं वनमाल्यहारपटल श्रीवत्सदीप्रं भजे.